കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടനുബന്ധിച്ച് സൗകര്യപ്രദവും മനോഹരവുമായ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുകയെന്നത് ടൂറിസം വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിലും പൊന്മുടിയിലും പുതിയ ഗസ്റ്റ് ഹൌസ് കെട്ടിടങ്ങൾ ഈ വർഷം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം ലോകമാകെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നെങ്കിലും ഇടുക്കി ജില്ലയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. 2023-ൽ 1,04,037 വിദേശ വിനോദസഞ്ചാരികൾ ഇടുക്കി സന്ദർശിച്ചു. ഇവരിലേറെയും മൂന്നാറിലാണ് എത്തിയതെന്നത് പ്രാധാന്യത്തോടെ കാണുന്നു. ടൂറിസം രംഗത്ത് റവന്യൂ വരുമാനത്തിലും വലിയ വർധനവുണ്ടായി. മൂന്നാറിൽ സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ നയിക്കാൻ പ്രാപ്തമാണ് ഇടുക്കിയും മൂന്നാറും. ജില്ലയുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ടൂറിസം മേഖലയിൽ നടപ്പാക്കുന്ന സീപ്ലെയിൻ സർവീസിന്റെ പ്രധാന ഗുണഭോക്താവായി ഇടുക്കി മാറുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. 6,84 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി കാര്യങ്ങളൊക്കെ കണ്ടതാണ്. VIP റൂമുകൾ, നല്ല സൗകര്യമുള്ള VIP റൂമുകൾ 10. VIP റൂമുകളടക്കം 10 റൂമുകളാണ് ഇപ്പോൾ ഈ പുതിയ കെട്ടിടത്തിലുള്ളത്. അതുപോലെ ഒരു 80 പേർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള മനോഹരമായ ഒരു കോൺഫറൻസ് ഹാൾ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പലരുമായി ചർച്ച ചെയ്തു, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്ത് നിർബന്ധമായും സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പ്രത്യേകത ഡ്രൈവർമാർക്ക് താമസിക്കുവാനും വിത്ത് ബാത്റൂം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഗസ്റ്റ് ഹൗസാണ് ഗസ്റ്റ് ഹൗസ് എന്നുള്ളതാണ്. അത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ പരിപാടിയിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാക്വലിൻ മേരി, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം റീന മുത്തുകുമാർ, ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ്, ഹാബിറ്റാറ്റ് സെക്രട്ടറി പി വിനോദ്, ടൂറിസം ജോയിന്റ് ഡയറക്ടർമാരായ TG അഭിലാഷ്, GL രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കെട്ടിടം തുറന്നതോടെ മൂന്നാറിൽ സർക്കാർ വകുപ്പുകളുടെ പരിപാടികളും യോഗങ്ങളും നടത്താൻ സ്വകാര്യ ഇടങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യമാണ് ഒഴിവാകുന്നത്.